ഹലോ ഗൈസ്, ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അൺബോക്സില്ല, നമ്മളൊരു ഇൻസ്റ്റാൾ ചെയ്യാനാണ് പോകുന്നത് ഇത് വണ്ടിയിൽ. ഇത് കിൽ സ്വിച്ചാണ്. കിൽ സ്വിച്ചും സെൽഫ് ബട്ടണും കൂടെ വരുന്ന ഒരു ഇതാണ്. ഇത് FC25 ആണ്. ഇത് ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ 206 ആണ്, 206 രൂപ. നമുക്കിനി ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ആദ്യം ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ബോക്സിലെന്ന് പറയുമ്പോൾ ഈ വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, കിൽ സ്വിച്ച് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ 2 വയർ വരുന്നുണ്ട്. ഒന്ന് സെൽഫിൻ്റെയും ഒന്ന് കിൽ സ്വിച്ചിൻ്റെയും കണക്ടറാണ്. പിന്നെ എന്താ പറയുക, പിന്നെ സിമ്പിൾ വയറിംഗ് ആണ്, വലിയ തലവേനയൊന്നുമില്ല. ആ ബ്ലൂ കണക്ടർ എന്ന് പറയുമ്പോൾ സെൽഫിൻ്റെയാണ്, റെഡ് കണക്ടർ എന്ന് പറയുമ്പോൾ കിൽ സ്വിച്ചിൻ്റെയാണ്. നമ്മൾ ആ റെഡ് കണക്ടർ നമ്മുടെ കീയിൽ വരുന്ന 2 വയറിൻ്റെ ഒരു വയർ കട്ട് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. നമുക്ക് വേറെ രീതികളുണ്ട്, എനിക്കിത് എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പിന്നെ മറ്റേ നീല വയറെന്ന് പറയുമ്പോൾ ഇതിൽ സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് 2 വയർ വരുന്നുണ്ട്. അത് ബുള്ളറ്റ് കണക്ടേഴ്സ് വെച്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഇളക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കയറ്റി അങ്ങ് വെക്കുകയാണ്. വേറെ ഇതൊന്നുമില്ല, സിമ്പിൾ വയറിംഗ് ആണ്. ഇത് ആർക്കും ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഏത് വണ്ടിയിലും സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ സെയിം സംഭവം തന്നെ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ എനിക്ക് ക്വിക്ക് ത്രോട്ടിൽ വെക്കാൻ വേണ്ടി മാത്രമാണ്. ക്വിക്ക് ത്രോട്ടിൽ എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും ത്രോട്ടിൽ റെസ്പോൺസ്. അത് കാരണമാണ് ഞാൻ ക്വിക്ക് ത്രോട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ സാധാ കിൽ സ്വിച്ച് മാത്രം മതി എന്നുള്ള ആളുകൾക്ക് നമുക്ക് വേറെ ഒരു സ്വിച്ച് മാത്രമായിട്ട് വരുന്നുണ്ട്. മറ്റേ 60 രൂപ എന്തേ ഉള്ളൂ. നമ്മൾ സാധാ അസാഡൊക്കെ വയ്ക്കാൻ സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന അസാഡ് ഫോഗ് ലൈറ്റൊക്കെ വയ്ക്കാൻ അത് അതിൻ്റെ ആവശ്യമുള്ളൂ. അത് നേരെ ഈ വയർ നമ്മുടെ കീയിൽ നിന്ന് വരുന്ന വയർ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കൊടുത്താൽ മതി. വേറെ തലവേന പണിയൊന്നുമില്ല. പക്ഷെ വയർ കട്ട് ചെയ്യണം, അതൊരു ഇച്ചിരി ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല. വേറെ വഴി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഗിനീഷൊക്കെ വരുന്നൊക്കെ വയർ അത് നല്ല മെനക്കെട്ട പണിയാണ്. ഇത് സിമ്പിൾ ആണ്, കീയിൽ നിന്ന് ഒരു വയർ വരുന്നത് അത് കട്ട് ചെയ്ത് എടുക്കുക. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് സ്വിച്ചിൻ്റെ വയർ കണക്ട് ചെയ്യുന്ന പറയുമ്പോൾ ഇത് ഉണ്ട്. 2 ബുള്ളറ്റ് കണക്ടേഴ്സ് എൻ്റെ സ്പെയർ ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് ഒറിജിനൽ വയറിംഗ് ഹാർനസിൽ കൊടുത്തിട്ട് അത് സ്ട്രിപ്പ് ചെയ്ത് ജസ്റ്റ് ഈ കണക്ടറിനകത്ത് വെച്ചിട്ട് ടേപ്പ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ പണിയാണ്. പിന്നെന്താ പറയാൻ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കീയിൽ നിന്ന് 2 വയർ വരുന്നത്. ആ 2 വയറിലാണ് ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്യുന്നത്. നമ്മുടെ പണി കഴിഞ്ഞു. ഇനി ഞാൻ ഈ വയറെടുത്ത് കീയുടെ കീ ഫോബിലോട്ട് കൊടുത്താൽ എൻ്റെ പ്രശ്നം ഏതാണ്ട് പരിപാടി കഴിഞ്ഞു. എന്നിട്ട് നമുക്കിനി വണ്ടി സ്റ്റാർട്ടാക്കി നോക്കാം. എൻ്റെ സ്റ്റാർട്ടാക്കുന്ന ഫുട്ടേജ് എൻ്റെ ഒന്ന് കറക്റ്റായി പോയി, അത് കാരണം എനിക്കത് കാണിക്കാൻ പറ്റത്തില്ല. വണ്ടി നോർമലായിട്ട് സ്റ്റാർട്ടായി, എൻ്റെ സ്പീഡോമീറ്റേഴ്സൊക്കെ വർക്കായി. എൻ്റെ ആ ഫുട്ടേജ് മിസ്സായിപ്പോയി, അത് കാരണം എനിക്ക് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്. ബൈ ബൈ. ഹലോ ഗൈസ്, ഇതാണ് പരിപാടി എന്ന് പറയുമ്പോൾ ഏത് വണ്ടിയിലും നമുക്ക് എങ്ങനെ കിൽ സ്വിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം, അതാണ് നമ്മുടെ സംഭവം. ഇതാണ് സംഭവം. ഹലോ ഗൈസ്, ഇതാണ് പരിപാടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഏത് വണ്ടിയിലും നമുക്ക് എങ്ങനെ ഒരു കിൽ സ്വിച്ച് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ മേടിച്ചിരിക്കുന്ന സംഭവം ആമസോണിൽ നിന്നാണ്. ഒരു 260 എന്തേ ഉള്ളൂ. ഹലോ ഗൈസ്, ഇത് നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഏത് വണ്ടിയിലും കിൽ സ്വിച്ചും പിന്നെ സെൽഫ് സ്വിച്ചും കൂടെ ഉള്ള ഈ സംഭവം ഇൻസ്റ്റാൾ ചെയ്യാവുന്നത്. എങ്ങനെയാണ് കിൽ സ്വിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക, അത്രേ ഉള്ളൂ സംഭവം, വേറൊന്നുമില്ല. ഇത് FCയുടെ ആണ്, 205 രൂപ എന്തോ ഉള്ളൂ. വലിയ വിലയൊന്നും ഇല്ലതാ. MRP ഫോക്കസ് ആണ്. ക്യാമറ എന്ത് പറ്റി, ഫോക്കസ് ഫിലിം വെച്ചടാ, ക്യാമറ ഞാൻ വീഡിയോ എടുത്ത് തരാം. ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഏത് വണ്ടിയിലും ഒരു കിൽ സ്വിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. ഇതാണ് സാധനം ഗൈസ്. ഇത് FCയുടെ ആണ്. ക്യാമറ ഇതിൻ്റെ തേച്ചു ഗൈസ്. ക്യാമറ ഫോക്കസ് ആവുന്നില്ല, അത് തുടച്ചോട്ടെ.
ഒന്ന് ഫോക്കസ് ആടോ മോനെ. AF